അച്ഛന് ഞങ്ങൾ പൊറോട്ട വിട്ടു. ഞങ്ങളിന്ന് പുറത്തൊരു പോയിരുന്നു. അച്ഛന് പൊറോട്ട ബീഫിൻ്റെ അച്ഛൻ കഴിക്കത്തില്ല കഷ്ണം, അത് ബീഫിൻ്റെ കഷ്ണം കഴിച്ചത്. പിന്നെ ചമ്മന്തി ഗ്രേവി കഴിച്ചാട്ട് ഇന്ന് നമുക്ക് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ചോദിച്ചു. പൊറോട്ട ഞാനും വൈഫ് ഞാനും കൂടെ കൊട്ടാരക്കര വരെ പോകണമായിരുന്നു. രാവിലെ പോയതാണ്. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ തിരിച്ച് വന്നേ ഉള്ളൂ. അപ്പം വരുന്ന വഴിക്ക് പൊറോട്ടയും ബീഫും മേടിച്ചു. ബീഫ് കൊണ്ട് അച്ഛന് കുറച്ച് ഒരു അച്ഛൻ ബീഫ് കഴിക്കത്തില്ല. പിന്നെ ചമ്മന്തി ഉണ്ട്, കറിയുടെ ഉണ്ട്. ഇല്ല അച്ഛാ ആർസി നല്ലത്, നല്ല പൊറോട്ട. അച്ഛൻ്റെ പൊറോട്ട ഇഷ്ടമാണ്, അച്ഛൻ കഴിക്കും. എന്നും കൊടുക്കത്തില്ല, അപ്പം കഴിച്ചിട്ട് കുറേ നാളായി അല്ലേ? കഴിച്ചിട്ട് ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ പൊറോട്ടയാണ് കഴിക്കുന്നത്. ചോറ് വെച്ചിട്ടുണ്ട്, ഇന്ന് കൂട്ടനൊക്കെ കുറവാണ്. ഉച്ച സാറന്മാർക്കൊക്കെ കൊടുത്തു. ഇല്ല വെച്ചാ കഴിച്ചാട്ടെ. ഇത് ഞാൻ മേടിച്ചത് അനുഗ്രഹ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് കേട്ടോ, നമ്മുടെ പള്ളിമുക്കിൽ കൊട്ടാരക്കരയിലോട്ട് പോകുന്ന വഴിക്ക് സൈഡിൽ നല്ല അടിപൊളി ബീഫ് ഫ്രൈ. അവിടെ ഏറ്റവും കൂടുതൽ ബീഫ് ഫ്രൈയും പൊറോട്ട മാത്രമേ ഉള്ളൂ. പിന്നെ ചായ കടി. അനുഗ്രഹ ഹോട്ടൽ നല്ല ടേസ്റ്റാണ്. ഞാൻ വല്ലപ്പോഴും അങ്ങനെ അവിടെ പോയി മേടിക്കാറുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് വന്നപ്പോൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പ്രാവശ്യം പോകുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു. അച്ഛന് മേടിച്ചുകൊണ്ട് വന്നു കഴിക്കുന്നു. ഉള്ള വച്ചാ കഴിച്ചിട്ട് അടിപൊളി. രാവിലെ ഞങ്ങൾ കാപ്പി പിടിച്ചില്ലായിരുന്നു. അച്ഛന് ദോശയും കൊടുത്തിട്ട് ഞങ്ങൾ പോയതാണ്. വൈഫും കൂടെ പോയിട്ട് തിരിച്ചൊരു 12:30 ആയപ്പോഴാണ് വന്നത്. അപ്പോൾ അതിന് കാപ്പി മേടിച്ചുകൊണ്ട് പോയത് അച്ഛനെ കുടിക്കാൻ. നമ്മളെന്നും ഉച്ചയ്ക്ക് ചോറല്ലേ ഇവിടെ ഇല്ലയോ? ഇന്ന് നമുക്കൊരു ദിവസം പൊറോട്ട കഴിച്ചു നോക്കാം. എന്താ ഓക്കെ അല്ലേ? പൊറോട്ട ഇഷ്ടം. ബീഫിൻ്റെ കഷ്ണമുണ്ട്, ചവയ്ക്കാൻ പറ്റുമെങ്കിൽ ചവയ്ക്കണം കേട്ടോ. ചവയ്ക്കാൻ പറ്റുമെങ്കിൽ ചവയ്ക്കണേ. ചോറുണ്ടോ കുഴച്ചിട്ടുണ്ടോ? അല്ല ഇച്ചന് അല്ല ഇച്ച ചോറുണ്ടെന്ന് കുഴയ്ക്കുന്നേ, അത് വെള്ളമാണ്. അല്ല ഈ ചോറ് പൊറോട്ട കുഴയ്ക്കുന്നുണ്ടോ? പൊറോട്ട ചോറ് കഴിക്കുന്ന പോലെ കുഴച്ചോണ്ട് പറഞ്ഞ അച്ഛാ, അത് വെള്ളം അച്ഛാ കുടിക്കുന്നേ. ഇത് അച്ഛൻ ചോറ് കുഴക്കുന്നവരാണ് കുഴച്ച് അങ്ങനെ കഴിക്കല്ലേ? ശരതാഴ്ച കഴിച്ചിട്ട് കുറച്ച് കഴിക്കാൻ. കറണ്ട് ഇപ്പം പോയി വരുമായിരിക്കും. ചൊവ്വാഴ്ച എടുത്ത് കഴിക്കണം കേട്ടോ. ആസേ ഫോണിൽ ചാർജും തീരാറായി, 10% എൻ്റെ മെസ്സേജ് കേട്ടു. ഇപ്പം കറണ്ടും പോയി. കറണ്ട് പോയല്ലോ ചാർ. എന്തുകൊണ്ട് അവിടെ ഒന്നും ആരുമില്ല. കറണ്ട് വന്നു. ഒക്കെ കഴിച്ചോട്ടെ കേട്ടോ. വൈഫ് ഇപ്പോൾ അവിടെ 3 മണിയാകുമ്പോൾ അവിടെ പോവുക. മോനെ കൊണ്ടുപോകുന്നില്ലായിരുന്നു. അവിടെ സ്കൂൾ തുറക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 മണിയാകുമ്പം ഒരു സ്കൂട്ടറിലാണ് വന്നത്. ഞാൻ പോവാം കേട്ടോ. അവള് പോവും, 3 മണിയാകുമ്പോൾ പോകുമെന്ന് പറഞ്ഞ്. അവിടെയൊക്കെ അടിച്ചിരുന്ന് റെഡിയായി. ഇന്ന് വൈഫ് പോവുകയാണ്. ചോദിക്കുന്നുണ്ടല്ലേ പോട്ടേന്ന്. അവിടെ പോയിട്ട് വരുവാ, വീട്ടിട്ട് പോവാ കേട്ടോ. സജിത പോവാ.
ഇപ്പോഴല്ലേ സമയം ഇല്ലല്ലോ. അമ്മേ 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 ചവള് പോയിട്ട് വരും കേട്ടോ. ഒന്നുമില്ല, പോയിട്ട് വരും കേട്ടോ. അമ്മയൊന്നുമില്ല, അമ്മേ അമ്മ ഒന്നുമില്ല, അമ്മ അമ്മ കാരണം ഓക്കെ ഇവിടെ 1-2 ദിവസമൊക്കെ ഇരുന്ന് അവളെ പോയിട്ട് വരട്ടെ കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം അച്ഛൻ പൊറോട്ടയൊക്കെ കഴിച്ച് അടിപൊളിയായി. അപ്പോൾ ഓക്കെ ബൈ. നോക്കി പോ കേട്ടോ. ഓക്കെ ഞാൻ വരാം. അപ്പോൾ ഓക്കെ ബൈ ബൈ.